സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ CBSE സ്റ്റേറ്റ് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മളൊരു ക്ലാസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ത്രൂ സിലബസിലൂടെ സഞ്ചരിക്കാൻ പോകും. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രിക് കറണ്ട് എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് സ്ലൈഡുകളിലൂടെ മുന്നോട്ട് പോകാം. ചാർജുകൾ 2 ടൈപ്പ് അല്ലെങ്കിൽ 3 ടൈപ്പ് ഉണ്ട് ശരിക്കും. പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുകളുടെ നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിട്ടുള്ള അവസ്ഥയാണ് ന്യൂട്രൽ. അപ്പോൾ ഒരു ആറ്റം എടുത്ത് ചിന്തിക്കുമ്പോൾ ആറ്റത്തിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജസ് ആയിട്ട് പ്രോട്ടോണും നെഗറ്റീവ് ചാർജസ് ആയിട്ട് ഇലക്ട്രോൺസും ആണ് ഉള്ളത്. ഇനി ചാർജൊന്നും ഇല്ലാത്ത ന്യൂട്രോൺസും ഉണ്ട്. നമ്മൾ ചാർജുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് ന്യൂട്രോണിനെ അവോയ്ഡ് ചെയ്തത്. പ്രോട്ടോൺസ് ന്യൂക്ലിയസിൻ്റെ അകത്ത് സ്ട്രിക്ട്ലി ബൈൻഡഡ് ആണ്. അവയ്ക്ക് പുറത്തേക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഇലക്ട്രോൺസ് ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ഉണ്ട്, എന്നാൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസും ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോൺസ് 2 ടൈപ്പ് ഉണ്ട്. ചിലത് ബൗണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, നല്ല ന്യൂക്ലിയസിന്റെ സ്ട്രോങ് അട്രാക്ഷനിൽ ഇരിക്കുന്നു. അവയ്ക്കൊരിക്കലും ഫ്രീ ആയിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പം നമ്മളായാലും നമ്മളോട് വീട്ടിൽ അടച്ചിട്ടിട്ട് ഒരു 10-20 ദിവസം ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല അല്ലേ, ആ അവസ്ഥ. അപ്പോൾ ഇലക്ട്രോൺ ആണ്, പക്ഷേ ഫ്രീ അല്ല. പക്ഷെ ചില ഇലക്ട്രോൺസ്, എനർജി കൂടിയ ഇലക്ട്രോൺസ് ഫ്രീ ആണ്. അവയെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. തീർച്ചയായിട്ടും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ആണ് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സാധ്യമാക്കുന്നത്. നമുക്ക് ഫ്രീ ഇലക്ട്രോൺസിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ തന്നെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര ചാർജസിനെ ഫ്ലോ ചെയ്ത് പോകാൻ പറ്റും ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടെ, അതാണ് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. ആ കറണ്ട് മെഷർ ചെയ്യാനായിട്ടുള്ള യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കറണ്ട് ഈസ് ഈക്വൽ ടു Q/T ആണ്, ചാർജ് പെർ ടൈം അല്ലേ. ചാർജ് പെർ ടൈം, നമ്പർ ഓഫ് ചാർജസ് ഫ്ലോയിങ് ഇൻ എ പെർട്ടിക്കുലർ ടൈം. ചാർജിന്റെ യൂണിറ്റ് കുളംബ് ആണെന്നറിയാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 1 കൂളം പെർ 1 സെക്കൻഡിനെ വിളിക്കുന്ന പേരാണ് 1 ആംപിയർ. അതായത് ഒരു സെക്കൻഡിൽ ഒരു കണ്ടക്ടറിൽ കൂടെ 1 കൂളം ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 ആംപിയർ കറണ്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. സെല്ലിന് നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും, പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും. സെല്ല് ഒരു DC സോഴ്സ് ആണ്, അഥവാ ഡയറക്റ്റ് കറണ്ട് നൽകുന്ന ഒരു സോഴ്സാണ്. ഫിക്സ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റികളാണ് അവിടെ ഉള്ളത്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ല നമുക്ക് അല്ലേ. മാനുഫാക്ചർ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. ആക്ച്വലി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ കൺവെൻഷനലി നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എപ്പോഴും കറണ്ട് ഡയറക്ഷൻ എടുക്കണം. പക്ഷേ ഇലക്ട്രോൺസ് കൂടുതൽ ഇവിടെ നെഗറ്റീവ് ചാർജസിലായിരിക്കും, നെഗറ്റീവ് പ്ലേറ്റിലായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് പൊളാരിറ്റിയിലായിരിക്കും. അപ്പോൾ ശരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ കൺവെൻഷൻ. ഒരു ബാറ്ററിയിൽ നിന്ന് സർക്യൂട്ട് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ, നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഫുള്ള് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ പുറത്ത് കൂടെ നോക്കുമ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ അല്ലേ. ആ പോസിറ്റീവ് ടു നെഗറ്റീവ് കൺവെൻഷനലി എടുക്കുന്നത് ഇലക്ട്രിക് കറണ്ട് അവിടെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് അവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടിൽ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എപ്പോഴും എവിടെയൊക്കെയാണ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. കാരണം നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എക്സസ് ഓഫ് ചാർജസ് ആണ്, കൂടുതൽ ചാർജുകളാണ് അവിടെ. പോസിറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് ചാർജസ് ആണ്, അല്ലെങ്കിൽ ചാർജുകളുടെ അപര്യാപ്തതയാണ്, കുറവാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഫ്ലോ എപ്പോഴും കൂടുതലുള്ളടത്തുനിന്ന് കുറവുള്ളടത്തേക്കായിരിക്കും. പക്ഷേ ഡയറക്റ്റ് ഫ്ലോ ചെയ്യാൻ പറ്റില്ല, അതിനൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് വേണം.
അപ്പോൾ സർക്യൂട്ടിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഫ്ലോ പോസിറ്റീവ് ടു നെഗറ്റീവ്. അതാണ് കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിട്ട് എടുക്കണേ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റാണ് ഏത്? ആംപിയർ കേട്ടോ. ആംപിയർ എന്നാണ്. ഒരു കൂളം പെർ ഒരു സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 ആംപിയർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ചാർജ്, ഇലക്ട്രോണിനും പ്രോട്ടോണിനും ചാർജ് ഉണ്ട്. ആ ചാർജിൻ്റെ വാല്യൂസാണ് അവിടെ എഴുതിക്കണേ. 1.6 × 10⁻⁻19 കൂളമാണ്. രണ്ടിൻ്റെയും ചാർജിൻ്റെ വാല്യൂ സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷെ ഒരെണ്ണം പോസിറ്റീവാണ്, ഒരെണ്ണം എന്താണ്? നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ ഇത് ന്യൂട്രലായി പോകണം. കാരണം ഒരെണ്ണം പ്ലസ് ആണ്, ഒരെണ്ണം മൈനസ് ആണ്. രണ്ടിൻ്റെയും ക്വാണ്ടിറ്റിയുടെ വാല്യൂ സെയിം ആണ്. അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുന്നത്, ഇലക്ട്രിക് ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്. ക്വാണ്ടൈസ്ഡ് അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്വാണ്ടൈസ്ഡ് എന്നുള്ളതിൻ്റെ ആൻസറാണ് അവിടെ താഴെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Q = ±NE. അതായത് ദ ടോട്ടൽ ചാർജ് ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ ഇൻ എ പെർട്ടിക്കുലർ കണ്ടക്ടർ ഇസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഇലക്ട്രോണിക് ചാർജ് എന്നാണ് പറയുക. അതായത് ഒരു സ്ഥലത്ത് 10 ഇലക്ട്രോൺസ് പ്രസന്റ് ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 × 1 ഇലക്ട്രോണിൻ്റെ ചാർജ്. കാരണം എല്ലാ ഇലക്ട്രോൺസിനും ഒരേ അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിളൊക്കെ പഠിക്കുമ്പോൾ കുറേ എലമെൻറ്റുകളെ പഠിക്കുന്നുണ്ട് അല്ലേ? എലമെൻറ്റുകളെ വേർതിരിച്ച് കാണിക്കുന്നത് ഇലക്ട്രോണിൻ്റെ ഒക്കെ നമ്പറുകളുടെ വ്യത്യാസമാണ്. അല്ലാതെ ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാലും നമ്മുടെ ഓക്സിജൻ്റെ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാലും ഇലക്ട്രോണിന് എപ്പോഴും ഒരു വാല്യൂ ഉള്ളത്. 1.6 × 10⁻⁻19 കൂളം എന്ന് പറയുന്ന ചാർജിലുള്ള. അപ്പോൾ ഒരു സ്ഥലത്ത് കുറേ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം ആയതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടോ ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസ്ഡ് എന്ന് വിളിക്കുകയാണെങ്കിൽ ക്വാണ്ടൈസേഷൻ എന്ന് വിളിക്കുക. അതാണ് അവിടെ താഴെ എഴുതി വെച്ചേക്കണം. Q = ±NE എന്ന് പറയുന്നത്. പ്രോട്ടോൺ ആണെങ്കിൽ പ്ലസ് എടുക്കാം, ഇലക്ട്രോൺ ആണെങ്കിൽ മൈനസ് എടുക്കാം. അതാണ് ചാർജിൻ്റെ ഒരു പ്രോപ്പർട്ടി. മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം കൂടുതൽ അല്ലേ? ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അന്ന് ഉപയോഗിച്ച അതേ എക്സാമ്പിൾ തന്നെയാണ് വീണ്ടും പറയണേ. വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം താഴേക്ക് നോർമലി ഫ്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള കാരണം കൊണ്ടാണെന്ന് പറയും. ദ ഫ്ലോ ഈസ് ഓൾവേസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പം ഇലക്ട്രോൺസ് ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? അപ്പം അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് നമ്മുടെ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി. അപ്പോൾ എവിടെയൊക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ അവിടെ ഇലക്ട്രോൺസ് ഫ്രീ ആണെങ്കിൽ അത് ഒഴുകും. എവിടെ നിന്ന് എവിടേക്ക്? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പം ഇങ്ങനെ ഒഴുകുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു റൂളൊന്നും വലിയ. അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണം. നമ്മൾ സാധാരണ കാൽനട യാത്രക്കാർ റോഡിൻ്റെ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്യണമെന്നാണ് പറയുക. അതൊരു ട്രാഫിക് റൂളാണ് അല്ലേ? ഇതുപോലെ റൂളുകളൊന്നും ഇലക്ട്രോണിക്സിൽ ഉണ്ടാവില്ല. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നടങ്കം ഒഴുകാൻ തുടങ്ങും. അപ്പോൾ റാൻഡം മോഷൻസിന് സാധ്യത അല്ലേ? തോന്നിയ മാതിരിയൊക്കെ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പം അങ്ങനെ പോസിബിലിറ്റി ഉണ്ട്, റാൻഡം മോഷൻസ്. അതുകൂടാതെ ഡ്രിഫ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് വായിക്കാം. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അത് എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ അട്രാക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആ ഒരു പൊളാരിറ്റിയുടെ വ്യത്യാസം വരുമ്പോൾ തന്നെ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയാണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള കാരണം ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ആയിപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ തൊട്ടറിയാം വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടോ അല്ലേ? ശരിക്കും പോകേണ്ടിടത്തു നിന്ന് അതിലുണ്ടാവുന്ന ഡീവിയേഷനാണ് ഡ്രിഫ്റ്റ്. അപ്പോൾ ഡ്രിഫ്റ്റ് ഇലക്ട്രോൺസും ഉണ്ടാവും. ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് 2 ടൈപ്പ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, ഡ്രിഫ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ശരിക്കും പോകേണ്ട വിധത്തിൽ പോകുന്ന ഇലക്ട്രോൺസ് ഉണ്ടാവും, റാൻഡമായിട്ട് പോകുന്നവരുണ്ടാവും. ഇതൊക്കെ അതിൻ്റെ അകത്ത് ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. ആ വേർഡുകൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എന്ന് മാത്രം. ഇനി നമുക്ക് കാണാം എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ പെർ ചാർജ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കേണ്ട, വർക്ക് ഡൺ പെർ ചാർജ്. It is the work done to take
the charge from one point to another point in a conductor. അതായത് ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നീക്കാനായിട്ട് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക്, യഥാർത്ഥത്തിൽ ആ വർക്ക് ചെയ്യുന്നത് സെല്ലും ബാറ്ററിയാണ്. നമ്മളൊരു സർക്യൂട്ടിലേക്ക് സെല്ലിനെയും ബാറ്ററിനെയും കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ആ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യും. അപ്പം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സർക്കംസ്റ്റാൻസസ്, സിറ്റുവേഷൻ ആണ് ഏത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അവിടെ എഴുതി വെച്ചിട്ട് V = W/Q, വർക്ക് ഡൺ പെർ ചാർജ് അല്ലേ. വർക്കിൻ്റെ യൂണിറ്റ് എന്താ? ജൂളാണ്. SI യൂണിറ്റ് ജൂളാണ് അല്ലേ. ചാർജിൻ്റെ യൂണിറ്റ് വന്നിട്ട് കുളമ്പാണ്. അപ്പോൾ ഒരു ജൂള് വർക്ക് പെർ ഒരു കൂളം ചാർജ്, അതായത് ഒരു കൂളം ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് ഒരു ജൂള് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും, അല്ലെങ്കിൽ 1 വോൾട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ട്, V എന്ന് തന്നെയാണ് സിമ്പൽ. ഓക്കെ, ആ ക്വാണ്ടിറ്റിയുടെ സിമ്പലും ആ യൂണിറ്റിൻ്റെ സിമ്പലും സെയിം തന്നെ, വോൾട്ട് V. അപ്പോൾ 1 വോൾട്ട് = 1 ജൂൾ പെർ 1 കൂളം എന്നാണ് പറയാം. അത് നമ്മൾ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ എഴുതിയെടുത്താൽ മതി. 1 വോൾട്ട് = 1 ജൂൾ പെർ 1 കൂളം. അർത്ഥം, ഒരു കൂളം ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട്, നീക്കാനായിട്ട് 1 ജൂള് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു വോൾട്ട് ആണെന്ന് പറയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്ലാസ് ആയിരുന്നു. അതിൽ എന്താണ് ഇലക്ട്രോൺസ്, എന്താണ് ചാർജസ്, എന്താണ് കറണ്ട്, ഒരു കണ്ടക്ടറിൽ കൂടെ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണേ, പിന്നെ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നതിനെ കുറിച്ച് പഠിച്ചു. വളരെ ചെറിയൊരു സെഷനാണ്, പക്ഷെ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.